ഏയ് ദാസ, ഞാനിന്നലെ ഉഗാണ്ടയിൽ പോയിരുന്നു. അവിടെ വെച്ചൊരു മലയാളിയെ കണ്ടു. അതിനു മുൻപ് US പോയപ്പോൾ അവിടെയും തലപ്പത്ത് മലയാളിയായിരുന്നു. ഇങ്ങനെ നമ്മൾ മലയാളികൾക്ക് നമ്മളെക്കുറിച്ച് പറയാൻ തന്നെയുള്ള ധാരാളം അഭിമാന മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സത്യമാണ് താനും. പക്ഷേ ദാസ, വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുമ്പോൾ നമ്മൾ മലയാളികൾ നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ അവസരങ്ങളെയും വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്നവരാണോ എന്നൊരു ചോദ്യം വന്നാൽ ഇല്ല എന്ന് തന്നെയാണ് അതിനുള്ള ഉത്തരം. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മുൻ വർഷങ്ങളിൽ ദാസ സ്കീം വഴി നടന്ന സൂപ്പർ ന്യൂമററി സീറ്റുകളിലെ വിദ്യാർത്ഥികളുടെ അഭാവം. അപ്പോൾ ദാസ എന്താണ് ദാസ എന്നല്ലേ? ഡയറക്റ്റ് അഡ്മിഷൻ ഓഫ് സ്റ്റുഡൻറ്റ് അബ്രോഡ്. അതായത് ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ഗൾഫ് കൺട്രീസിൽ ഏകദേശം 8ഓളം രാജ്യങ്ങളുണ്ട്. ദുബായ്, സൗദി, ഖത്തർ, ഒമാൻ, ബഹ്റിൻ അങ്ങനെ തുടങ്ങി 8ഓളം രാജ്യങ്ങൾ, അതേപോലെ സാർക്ക്, നോൺ സാർക്ക് രാജ്യങ്ങൾ. ഇവിടെ +1 +2 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ NITകൾ, IIITകൾ, സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതുപോലെ തന്നെ പ്രീമിയം കോളേജസ്, ഇവിടെയൊക്കെ തന്നെയും ദാസ സ്കീമിലൂടെ അഡ്മിഷൻ നേടാൻ കഴിയും. നമുക്കറിയാം, ഇവിടെയൊക്കെ അഡ്മിഷൻ നേടണമെങ്കിൽ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ശരാശരി അത്യാവശ്യം നല്ല JEE റാങ്ക് വാങ്ങിയാൽ മാത്രമാണ് അഡ്മിഷൻ നേടാൻ കഴിയുക. എന്നാൽ ദാസ സ്കീമിലൂടെ അഡ്മിഷൻ നേടുന്ന ഒരു വിദ്യാർത്ഥിക്ക്, ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം, കോഴിക്കോട് NIT തന്നെ എടുക്കാം. ഇപ്പോൾ CS-ന് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി 1060 റാങ്കിലാണ് പ്രവേശിച്ചതെന്നിരിക്കട്ടെ. എന്നാൽ ദാസ സ്കീമിലൂടെ ഏകദേശം 8 ലക്ഷം 9 ലക്ഷം റാങ്ക് വാങ്ങിയ ഒരു JEE റാങ്ക് വാങ്ങിയ ഒരു വിദ്യാർത്ഥിക്കും പ്രവേശനം ലഭിക്കുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി എങ്ങനെയാണ് ഈ സീറ്റിൻ്റെ അലോട്ട്മെൻറ്റ് നടക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി വളരെ മുൻപ് തന്നെ ഒരുപാട് തയ്യാറെടുപ്പുകളൊന്നും നമ്മൾ നടത്തേണ്ടതില്ല. ഇതിനുള്ള ക്രൈറ്റീരിയാസ് എന്താണെന്ന് വെച്ചാൽ +1 +2 പഠനം നിർബന്ധമായും വിദേശത്ത് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ തന്നെ ആയിരിക്കണം. JEE മെയിൻ എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം, റാങ്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു ക്രൈറ്റീരിയാസ്, ഇവർ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ പേരൻസിന് വിദേശത്ത് വർക്ക് പെർമിറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് 75% മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളായിരിക്കണം. അതുകൂടാതെ വേറെയും കുറേ ക്രൈറ്റീരിയാസൊക്കെ ഉണ്ട്. അതൊക്കെ ഈ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്തൊക്കെ നമ്മളത് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. കാരണം ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം ഡോക്യുമെൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്, അതിനുശേഷം ഫീസും അടച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കൗൺസിലിങ്ങിലേക്കൊക്കെ കടക്കുന്നത് എന്നൊക്കെയുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് കടക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, ജോസ സീറ്റ് അലോക്കേഷൻ പ്രോസസ്സ് വഴിയാണ് ഏകദേശം 6 റൗണ്ട് കൗൺസിലിംഗ് പ്രോസസ്സ് എല്ലാം കഴിയുന്നത്. സീറ്റിൻ്റെ അലോട്ട്മെൻ്റ് എല്ലാം കഴിയും. അതിനുശേഷം അടുത്തത് CSAB, സെൻട്രൽ സീറ്റ് അലോക്കേഷൻ ബോർഡിൻ്റെ അതുവഴിയാണ് നമ്മൾ ദാസയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടുള്ളത്, ദാസയിലേക്ക് അപേക്ഷിക്കേണ്ടുള്ളത്. സെൻട്രൽ CSAB തന്നെയാണ് ഇതിൻ്റെ അതോറിറ്റിയായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമ്മൾക്ക് അപേക്ഷിക്കണമെങ്കിൽ ഇത് പ്രത്യേകം ഓരോന്നിനായിട്ട് പ്രത്യേകം, ഇപ്പോൾ CSAB അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ ദാസയ്ക്ക് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ സാർക്ക്, നോൺ സാർക്ക് അതെല്ലാം അപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ ഒരെണ്ണത്തിന് മാത്രം അപ്ലൈ ചെയ്യാം, 2 എണ്ണത്തിന് അപ്ലൈ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പ്രോസസ്സൊക്കെയാണിത്. എന്തായാലും ഈ ദാസ സ്കീമിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലായി കാണുമല്ലോ, മനസ്സിലായി കാണും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദാസ, ഗുഡ് നൈറ്റ്.